Hey, hello, assalamu alaikum and welcome back to yet another brand new episode of Being Lu. So ഇന്നത്തെ വ്ലോഗ് ഗൈസ് is a very special and happy vlog ആയിരിക്കും. കാരണം ഇന്ന് നമ്മൾ കുറേ കാലമായി ആഗ്രഹിച്ചിട്ട് ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഐ തിങ്ക് ദ മോസ്റ്റ് ഡിസേർവിങ് സർപ്രൈസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാടായിട്ടോ ലൈക്ക് ഞാൻ എന്ത് കൊടുക്കും എന്തോ കൊടുക്കണം എന്നുണ്ട്, പക്ഷെ എന്ത് കൊടുക്കണം എന്നറിയില്ല. അപ്പോൾ ഉമ്മക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് ഒരു ഫോണായിരുന്നു. കാരണം നമ്മൾ മക്കൾ ഉപയോഗിച്ചിട്ട് പഴയതൊക്കെ ആയിരിക്കും എപ്പോഴും ഉമ്മക്ക് റൗണ്ട് അടിച്ചിട്ട് കൈ കിട്ടുക. അപ്പോൾ അതിനെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. ഒന്നുകിൽ സ്പീക്കർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്യാമറ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഇഷ്യൂ. അപ്പോൾ ഇപ്പം കുറച്ചായിട്ടാണെങ്കിൽ ഉമ്മക്ക് ഫോണിൽ സ്പീക്കറൊന്നും അധികം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം എന്തായാലും ഒരു ഫോൺ കൊടുക്കാം. അപ്പം ഞാനൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഉമ്മ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് അത് പറ്റി, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് സാധിച്ചു എന്നുള്ളതിൽ ഐ എം വെരി പ്രൗഡ്. ഇനി ഉമ്മക്ക് എന്താണ് ഫീൽ, എന്തൊക്കെയാണ് എക്സ്പ്രഷനൊക്കെ വരിക എന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും താഴേക്ക് പോയി നോക്കാം. കുറേ ആയിട്ടോ അത് വന്നിട്ട്, കുറേ ദിവസമായി വന്നിട്ട് ഇത് കൊടുക്കാൻ വേണ്ടി മുട്ടി നിൽക്കരുത് ഞാൻ. പക്ഷേ എൻ്റെ ഒരു അനിയൻ സോനുട്ടൻ കോളേജിൽ നിന്ന് വരണം, അവനോട് മാത്രമേ ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളൂ. വേറെ ആർക്കും വീട്ടിൽ അറിയില്ല കേട്ടോ. നമുക്കൊരു ക്ലൂ ഇല്ല. സാധാരണ എൻ്റെ എന്തെങ്കിലും ഞാൻ ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ അച്ചീവ് ചെയ്താലൊക്കെ ഉമ്മനോട് പറയാണ്ടിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ മൂടി വെച്ച് ഇത്രയും ദിവസമാക്കി. ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ആയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ട് കേട്ടോ. അപ്പം സോനുവിനെ വെയിറ്റ് ചെയ്യായിരുന്നു. അവൻ എക്സാം ആയതുകൊണ്ട് അവൻ ഇന്നലെ എത്തിയിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എല്ലാവരും ഞെട്ടും, കാരണം ഞാനിത് വാങ്ങിക്കുന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഉമ്മ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. സോ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് ഉമ്മ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫോൺ. iPhone X ആണ്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് പ്രായമുള്ളൊരു ഫോൺ ആയതുകൊണ്ടും നമ്മൾ ഇപ്രാവശ്യം iPhone 13 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു കവറിലൊക്കെ ആക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അതേ എക്സൈറ്റ്മെൻറ്റ് ആൾക്കുണ്ടോ എന്ന് പോയി നോക്കാം. നമ്മൾ കൊടുക്കാൻ പോവാണല്ലേ സോനുട്ട? തംസ് അപ്പ്. നമ്മൾ ഗൈസ് ഗിംബലിലൊക്കെയാണ് ഇന്ന് വീഡിയോ എടുക്കാൻ പോണേ. ഓക്കെ, എടുത്ത് കാണിക്കേ. Oh my God. സൈക്കിളെ കൊണ്ടിരിക്കാൻ പുതിയ ഫോണ്. ചെലവുണ്ട്. ഞാൻ തുറക്കി. മാഷാഅല്ലാ മാഷാഅല്ലാ. ചെലവനായിട്ട് എക്സ്ചേഞ്ചിനുണ്ടോ? ഇരിക്കട്ടെ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് സാവധാനം വാങ്ങിക്കൊണ്ട്. അപ്പൊ മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ. അപ്പൊ ഗൈസ് നമ്മളെ സർപ്രൈസ് മിഷൻ ഫുൾ ഓൺ സക്സസ് ആയിരിക്കുകയാണ്. മമ്മി ഹാപ്പി, ഞാനും ഹാപ്പി. മമ്മിക്ക് എന്താ പറയാനുള്ളത്? അടിപൊളി ഒരു ഫോൺ ഇട്ടിയിലിടുമ്പോഴോ അതാ സർപ്രൈസ് ആണ്. അറിയില്ല, വാങ്ങിയതൊന്നും അറിയില്ല. കുറച്ച് എല്ലാം ഞാൻ അമ്മനോട് പറയലുണ്ട്. ഇത് ഞാൻ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ല. വാങ്ങി വെച്ചിട്ട് കുറെ ദിവസമായല്ലോ. അപ്പൊ സുഹൃത്ത വരാൻ വേണ്ടി കാത്തു നിന്നാലും പറഞ്ഞപ്പോഴാണ് പൊട്ടിച്ചതിന് ശേഷമാണ്. നമുക്ക് ലൈഫിൽ എത്ര സർപ്രൈസ് കിട്ടീന്? വളരെ കുറവ് സർപ്രൈസ് കിട്ടിയിട്ടുള്ളൂ.
ആദ്യം ഒരു ഐഫോൺ 6 Plus ഫോണിന്റെ കാര്യത്തിൽ എങ്ങനെ, പക്ഷെ എല്ലാ വാർഷികത്തിനും ഒപ്പിന്റെ അവിടെ കിട്ടലുണ്ട്. ഐഫോണിന്റെ കാര്യത്തിൽ ഉമ്മ ഒരു 6 Plus ഫസ്റ്റ് യൂസ് ചെയ്തില്ല. പിന്നെ നമ്മക്ക് എക്സ് ആണല്ലേ കിട്ടിയത്. എക്സ് കിട്ടി. അപ്പൊ അത് ഇപ്പൊ കുറച്ചായിട്ടില്ലേ, കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും റിപ്പയർ ഷോപ്പിലേക്ക് പുതിയത് വാങ്ങുമ്പോ പഴയതെടുക്കാൻ ഒരാള് വേണ്ടേ, അപ്പൊ അങ്ങനെ ഒരാള് ഞാൻ അതന്നെ. എല്ലാ പഴയതും ഉമ്മക്കായിരിക്കും കിട്ടുക. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി നമ്മള് പുതിയതിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.